നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്തതെന്ന് എൻ്റെ അമ്മ പണ്ടേ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ ഇതൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞുതരാം. എൻ്റെ ഫേസിലുണ്ടാകുന്ന ടാനുകളും അതുപോലെ തന്നെ ഭയങ്കര ഒരു ഡള്ള് ഫീലൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ വീക്ക്ലി വൺസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒന്നെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അല്ലെങ്കിൽ ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് പോയിക്കോട്ടോ. നമ്മുടെ റൂമിൽ ഈസി ആയിട്ട് കിട്ടുന്ന കുറച്ച് കടലപ്പൊടി എടുക്കുക. ആ കടലപ്പൊടിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലുണ്ടാക്കിയ മഞ്ഞളാണ് കേട്ടോ. മഞ്ഞൾ എടുത്തിട്ട് ഉണക്കി പൊടിച്ച സാധനമാണിത്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കുക. തൈര് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഈ തൈര് ഒഴിക്കുന്ന സമയത്ത് ചറപറാ വെള്ളം പോലെ ആക്കരുത്. നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഒഴിക്കണം. എന്നിട്ട് അതിൻ്റെ ലൂസ് ആവുന്നതിനനുസരിച്ച് കുറച്ചുകൂടെ ഒഴിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ആ മഞ്ഞൾപ്പൊടിയും തൈരൊക്കെ അങ്ങോട്ട് മിക്സായി വരുമ്പോഴേക്കും കുറച്ചൊരു കട്ടി ടൈപ്പിൽ കിട്ടണം. പിന്നെ നമ്മുടെ ഫേസിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. നന്നായിട്ട് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ മുഖത്തിൻ്റെ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഡാമേജുകളായിട്ടുള്ളത് വിസിബിളായിട്ട് കാണും. എനിക്കിപ്പോൾ ഉറക്കമില്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കണ്ണിൻ്റെ അടിയിൽ നല്ല ഡാർക്ക് സർക്കിളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് മാറ്റുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി ഞാൻ ചെയ്യുന്നത് 2 ഐസ് ക്യൂബ് എടുത്തിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ഡയറക്റ്റ് നമ്മൾ ഐസ് ക്യൂബ് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഭയങ്കര നമ്മുടെ സ്കിന്നൊക്കെ വല്ലാതെ മരച്ചതുപോലെയാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു തുണി കഷ്ണത്തിൽ പൊതിഞ്ഞിട്ട്, ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് നടക്കുള്ളൂ, കാരണം ടിഷ്യൂ വേഗം ചീത്തയാകും. പക്ഷേ തുണീൻ്റെ ഒരു ഏതെങ്കിലും ഒരു തോർത്തിലെടുത്താൽ മതി. തോർത്തിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ ഐസ് ക്യൂബ് നമ്മുടെ ഫേസിലോട്ട് ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീൽ ആട്ടോ. എനിക്ക് നല്ലൊരു പോസിറ്റീവ് ഫീലായിട്ട് തോന്നുകയാണ്. പിന്നെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പുറത്തുള്ള ചൂട് കാരണം എൻ്റെ ഫേസ് അത്രക്കൊന്ന് ഡാമേജ് ആയിട്ടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. വേസ്റ്റ് കളയാൻ പോകുമ്പോൾ പോലും എൻ്റെ ഫേസ് വല്ലാതൊരു പൊള്ളുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നല്ല 2 ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഫേസിൽ ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 3/4 ഭാഗം എൻ്റെ ഫേസ് ഭയങ്കര ക്ലീൻ ആയി. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു മിക്സ് നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം എല്ലായിടത്തും ഒന്ന് തേച്ചിട്ട് എല്ലായിടത്തും സെറ്റാക്കി വെച്ചതിന് ശേഷം 2 കൈകളും വെച്ചിട്ട് മസാജ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഫേസിൽ ഏറ്റവും നമ്മൾ റിസൾട്ട് കാണുന്നത് പറയുന്നത് ആ ഒരു ഫേസിൽ കാണിക്കുന്ന ഒരു മസാജിൻ്റെ ബേസ്ഡായിരിക്കും കേട്ടോ. മസാജ് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിട്ട് തോന്നിയിരുന്നു. ഞാൻ പലപ്പോഴും ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഓയിൽ ഇട്ടിട്ട് വരെ ഫേസ് മസാജ് ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലായിടത്തും മസാജ് ചെയ്ത് ബാലൻസ് സംഭവങ്ങൾ എല്ലാവരും തേച്ച് പിടിച്ചു. ചുണ്ടിന് വരെ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടോ. ഞാൻ അവിടെ മാത്രം കുറയേണ്ട. അങ്ങനെ വായി അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് അങ്ങനെ അങ്ങ് വെക്കുന്ന സമയത്ത് ഇതൊക്കെ ഡ്രൈ ആയി സെറ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഡ്രൈ ആയ സാധനം അങ്ങനെ തന്നെ പൊളിക്കാൻ നിൽക്കരുത്. അത് ഇച്ചിരി കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് മുഖത്തൊന്ന് സ്പ്രേ ചെയ്ത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താലും മതി. വീണ്ടും മസാജ് ചെയ്യുക. നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ആ ഉണങ്ങി പിടിച്ച സാധനം എല്ലാം ഇളകി വരും. എന്നിട്ട് നമ്മൾ നല്ല വൃത്തിക്ക് ഒരു 10-15 മിനിറ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആട്ടോ. നമ്മൾ മസാജിങ് എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. അങ്ങനെ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് എൻ്റെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആഹാ വൈബ് ഉണ്ടല്ലോ. ആ വൈബിന് വേണ്ടിയാണ് മക്കളെ ഇത്തരത്തിലുള്ള പൊടിക്കൈകളൊക്കെ ഞാനൊരു വീക്കിലി വൺസ് എങ്കിലും ട്രൈ ചെയ്യുന്നത്. നിങ്ങളും ട്രൈ ചെയ്യുക, റിസൾട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.